നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമായി നടപ്പിലാക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നിബന്ധനകൾ പാലിക്കാത്തവരായി കണ്ടെത്തുന്നവരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്യാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം. കുവൈറ്റിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ചുരുങ്ങിയത് 600 ദിനാർ ശമ്പളമുള്ള ജോലിയും സർവകലാശാല ബിരുദവും വേണമെന്നാണ് നിയമം. എന്നു മാത്രമല്ല, നിശ്ചിത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അത് അനുവദിക്കുകയുമുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിൽ 600 ദിനാറിൽ താഴെ ശമ്പളമുള്ളവരും യൂണിവേഴ്സിറ്റി ബിരുദം ഇല്ലാത്തവരുമായ പ്രവാസികൾ കൈവശം വയ്ക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ മന്ത്രാലയം ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. പ്രവാസി ഡ്രൈവിംഗ് ലൈസൻസുകളുടെ സ്ഥിതി പഠിക്കാനും അവരുടെ എല്ലാ വിവരങ്ങളും അവലോകനം ചെയ്യാനുമാണ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. സർവകലാശാല ബിരുദം ഇല്ലാത്തതോ ശമ്പളം 600 ദിനാറിൽ കുറഞ്ഞതോ ആയ ഏതൊരു പ്രവാസിയുടെയും ലൈസൻസ് ബ്ലോക്ക് ചെയ്യാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അറബിക് ദിനപത്രം അൽ ജരീദയാണ് റിപ്പോർട്ട് ചെയ്തത്. മന്ത്രാലയത്തിന്റെ ഈ തീരുമാനത്തിലൂടെ ഏകദേശം 3 ലക്ഷം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ലൈസൻസ് ഉടമയ്ക്കും അവരുടെ തൊഴിലുടമയ്ക്കും വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സൂചന. ഡെലിവറി മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ ലൈസൻസ് കൂട്ടത്തോടെ പിൻവലിക്കപ്പെടുന്നത് ഈ മേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന ഭീതി തൊഴിലുടമകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ പ്രവാസികളിൽ വലിയൊരു വിഭാഗം അനധികൃതമായി ലൈസൻസ് കൈവശം വെക്കുന്നതായി നേരത്തെ ട്രാഫിക് വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ജോലി മാറുകയും ശമ്പളം 600 ദിനാറിൽ കുറയുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് നേരത്തെ ലൈസൻസ് അനുവദിക്കപ്പെട്ടിരുന്ന പലർക്കും അത് നിഷേധിക്കപ്പെടുന്നത്. ഏതായാലും 3 ലക്ഷത്തിൽ പരം പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുന്ന ഈ ഒരു ഞെട്ടിക്കുന്ന വിധി അല്ലെങ്കിൽ ഈ ഞെട്ടിക്കുന്ന തീരുമാനം ഉടനടി വരികയാണെങ്കിൽ അത് പ്രവാസികളെ തന്നെ വലിയ തോതിൽ പ്രവാസികൾക്ക് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കാരണം 600 ദിനാറിൽ മുകളിലേക്ക് ശമ്പളം ഇല്ലാത്തവരുടെ കയ്യിലും ഇപ്പോൾ ഈ ലൈസൻസ് ഉണ്ട്. അത്തരത്തിൽ ഡെലിവറി ബോയ്സിന് അടക്കമുള്ളവരുടെ കയ്യിലും ഇത്തരം ലൈസൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു പണി തന്നെ വരാനിരിക്കുകയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി മന്ത്രാലയം ഏതെങ്കിലും തരത്തിലൊരു ഇളവ് ഇനി വരും ദിവസങ്ങളിൽ കൊണ്ടുവരുമോ എന്ന് കണ്ടറിയാം.